പ്രവാസലോകത്തെ വാർത്തകൾ. ഗൾഫിൽ നിന്ന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് സന്തോഷ വാർത്ത. ഇന്ത്യക്കാർക്ക് 58 രാജ്യങ്ങളിലേക്ക് മുൻകൂർ വിസയില്ലാതെ യാത്ര ചെയ്യാം. അവധി ആഘോഷിക്കാൻ വിദേശ രാജ്യങ്ങളിൽ പോയി വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് മികച്ച അവസരമാണ്. ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യക്കാർക്ക് 58 രാജ്യങ്ങളിലേക്ക് മുൻകൂർ വിസയില്ലാതെ യാത്ര ചെയ്യാനാകും. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്, ഫിജി, ഇന്തോനേഷ്യ, ജോർദാൻ, കസാഖിസ്ഥാൻ, കെനിയ, മലേഷ്യ, മാലിദ്വീപ്, മാർഷൽ ഐലൻഡ്സ്, മൗറീഷ്യസ്, ഖത്തർ, സെനഗൽ, സീഷെൽസ്, ശ്രീലങ്ക, സെന്റ് കിറ്റ്സ് ആൻഡ് നേവീസ്, തായ്ലൻഡ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്നീ രാജ്യങ്ങളിലടക്കം ഇന്ത്യക്കാർക്ക് വിസാരഹിത പ്രവേശനം ലഭ്യമാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 81ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. മുൻകൂർ വിസയില്ലാതെ ഈ 58 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാമെങ്കിലും ചില രാജ്യങ്ങളിൽ ഇ വിസ അല്ലെങ്കിൽ ഓൺ അറൈവൽ വിസ വേണ്ടിവരും. ഗൾഫിലെ ഇന്ത്യക്കാർ യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന US, കാനഡ, UK, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇപ്പോഴും കർശന വിസ നടപടികൾ തുടരുകയാണ്. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും ചേർന്ന് ഈ തടസ്സങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ടൂറിസ്റ്റ് വിസ അപേക്ഷകർ സാമ്പത്തിക തെളിവ് നൽകണമെന്ന നിബന്ധന പുനഃസ്ഥാപിച്ച് തായ്ലാന്റ്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് തിരിച്ചടിയായി. കോവിഡിന് ശേഷമുള്ള യാത്ര സുഗമമാക്കുന്നതിനായി 2023 നവംബറിൽ താൽക്കാലികമായി നിർത്തിവെച്ച നടപടിയാണ് പുനഃസ്ഥാപിച്ചത്. തായ്ലൻഡിന്റെ ഔദ്യോഗിക വിസ പോർട്ടൽ അനുസരിച്ച് അപേക്ഷകർ ഇപ്പോൾ കുറഞ്ഞത് $550 കാണിക്കുന്ന സാമ്പത്തിക തെളിവുകൾ സമർപ്പിക്കണം. കഴിഞ്ഞ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളോ യാത്രയ്ക്ക് മറ്റാരെങ്കിലും ധനസഹായം നൽകുന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് ലെറ്ററോ സ്വീകാര്യമായ രേഖകളിൽ ഉൾപ്പെടുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫ്രാൻസ്, നോർവേ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള തായ് എംബസികൾ ഈ ആവശ്യകത നടപ്പിലാക്കുന്നു. സാമ്പത്തിക രേഖകൾക്ക് പുറമെ ടൂറിസ്റ്റ് വിസ അപേക്ഷകർ കുറഞ്ഞത് 6 മാസത്തേക്ക് സാധുതയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ ഹാജരാക്കണം. സാധാരണയായി 60 ദിവസം വരെ താമസിക്കാൻ അനുവദിക്കുന്ന സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസ അപേക്ഷകർക്ക് ഈ രേഖകൾ ആവശ്യമാണ്. നിലവിൽ 93 രാജ്യങ്ങളിൽ നിന്നുള്ള പാസ്പോർട്ട് ഉടമകൾക്ക് 60 ദിവസം വരെ വിസയില്ലാതെ തായ്ലൻഡിൽ പ്രവേശിക്കാം. എന്നാലും ഈ നയം അവലോകനത്തിലാണ്. വിസ ദുരുപയോഗം സംബന്ധിച്ച ആശങ്കകൾ കാരണം തായ് അധികൃതർ വിസയില്ലാതെ താമസം 30 ദിവസമായി കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഇതുവരെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സന്ദർശന വിസയിലെത്തുന്നവർക്ക് ഹജ്ജിന് അനുമതിയില്ലെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം. നിയമലംഘകർക്ക് 20,000 റിയാൽ പിഴ ഒടുക്കും. ഹജ്ജ് വിസ ഒഴികെയുള്ള വിസകളിൽ രാജ്യത്തെത്തുന്നവർക്ക് ഹജ്ജിന് അനുമതി ഉണ്ടായിരിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ചു പറഞ്ഞു. സന്ദർശന വിസയിലെത്തുന്നവർ ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിച്ചാൽ 20,000 റിയാൽ പിഴ ചുമത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തീർത്ഥാടകരുടെ സുരക്ഷയും സംരക്ഷണവും നിലനിർത്തുന്നതിനും അതുവഴി അവർക്ക് ഹജ്ജ് കർമ്മങ്ങൾ മനസമാധാനത്തോടെ ചെയ്യാൻ സാധിക്കുക, ഇവ ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആയതിനാൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 250 വർഷത്തെ ഇന്ത്യ കുവൈത്ത് ബന്ധം അനുസ്മരിച്ച് കുവൈത്തിലെ ഇന്ത്യൻ എംബസി ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നു. മെയ് 19 മുതൽ മെയ് 24 വരെ കുവൈറ്റ് നാഷണൽ ലൈബ്രറിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ദേശീയ സാംസ്കാരിക കലാ സാഹിത്യ സമിതി, കുവൈറ്റ് ഹെറിറ്റേജ് സൊസൈറ്റി, നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ, ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം തുടങ്ങിയ ഇന്ത്യൻ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് ലക്ഷ്യം. അപൂർവ കയ്യെഴുത്തുപ്രതികൾ, വ്യക്തിഗത കത്തുകൾ, നാണയങ്ങൾ, പുരാവസ്തുക്കൾ, പുസ്തകങ്ങൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവയുടെ വൈവിധ്യമാർന്ന ശേഖരം സന്ദർശകർക്ക് കാണാൻ കഴിയും. പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് ഗ്ലോബൽ വില്ലേജ് സീസണിന് കൊടിയിറങ്ങുന്നു. ഞായറാഴ്ച വ്യാപാരോത്സവം അവസാനിക്കാനിരിക്കെ ജനത്തിരക്ക് ഏറുകയാണ്. ഗ്ലോബൽ വില്ലേജിന്റെ 29ാം സീസണിന് ഞായറാഴ്ച തിരശീല വീഴും. കഴിഞ്ഞ ഞായറാഴ്ച സീസൺ തീരാനിരിക്കെ തിരക്ക് മൂലം ഒരാഴ്ച കൂടി നീട്ടുകയായിരുന്നു. 30 രാജ്യങ്ങളുടെ പവലിയനും 250-ലധികം ഗെയിമുകളും ഉൾപ്പെടുന്ന വിനോദവേദിയാണ് ഗ്ലോബൽ വില്ലേജ്. 12 വയസ്സിൽ താഴെയുള്ളവർക്ക് ഇവിടെ പ്രവേശനം സൗജന്യമാണ്. വൈകുന്നേരം 4 മുതൽ പുലർച്ചെ 1 മണി വരെയാണ് പ്രവർത്തനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.